ഞങ്ങളങ്ങനെ വയനാട് ഡാമെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ വന്നായിരുന്നു. ജംഗിൾ വില്ല റിസോർട്ട്. ആ പേര് പോലെ തന്നെയാണ്, ജംഗിളാണ്, ഫുള്ള് കാടാണെന്ന് വെച്ചാൽ ഫുള്ള് കാടാണ്. ഒരു പട്ടിക്കാടും അല്ല, കാട് തന്നെ. കുറച്ച് അകത്തോട്ടാണ്, ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ അകത്തോട്ടാണ്. അകത്തോട്ട് ഫുള്ള് കാടാണ്, കൊടും കാട്. അങ്ങനെ ഞങ്ങള് ഒരു ഹോം സ്റ്റേ ആണേ, നമ്മൾ മാത്രമേ ഉള്ളൂ ആ വീടിന്റെ ചുറ്റും ഫുള്ള് കാടാണ് മൊത്തത്തിൽ. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് ഇറങ്ങിയതാ. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചിട്ട് റൂമിലോട്ട് പോവാണ്. അപ്പം റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം തന്നെ എനിക്ക് തന്നെ പേടിയായി പോയി. കാരണം അമ്മാതിരി ഇരുട്ടും മറ്റേ ഇല്ല സൗണ്ടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. ലൈറ്റും ഇല്ല, ഒന്നുമില്ല, ഭയങ്കര വെളിച്ചമില്ല, ഭയങ്കര ഇരുട്ടായൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഭയങ്കര ഉൾപ്രദേശമാണ്. നമ്മുടെ അതിനടുത്ത് തന്നെ ആദിവാസി കോളനികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നമ്മൾ കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ പോകുന്ന വഴി കണ്ടത്. എന്തായിരുന്നു അത്? ഞങ്ങളിങ്ങനെ കാട്, അയ്യോ ഞാനാണെങ്കിൽ പേടിച്ചിരിക്കും. കാരണം അത്രയും കുറ്റ് കാട്, ഒരു വെട്ടമില്ല, ഒന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കാൻ നേരത്തേക്ക് ഇടയ്ക്ക് 1-2 കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. പട്ടിയാണെന്ന് കരുതി, ഓക്കെ പട്ടി എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടെ വീണ്ടും ഫ്രണ്ടിലോട്ട് പോകുന്നതിനും പിന്നെ ഒരു കണ്ണിന് തിളക്കാം, എന്തുവാണെന്ന് ചുമന്ന കളർ കണ്ണ് തിളങ്ങുന്നത്. അച്ഛൻ അത് കണ്ടപ്പോഴും ചോദിച്ചില്ല അതെന്തോ സാധനമെന്ന്. ഞാൻ പറഞ്ഞ പട്ടി കണ്ണ് കാണാൻ അറിയത്തില്ലയോ എന്ന് ചോദിക്കുകയും ചെയ്ത്. പക്ഷെ അടുത്തോട്ട് വരാൻ നേരമായിരുന്നു 3-4 മാനുകള് കണ്ട്. എന്നിട്ട് ഞങ്ങളുടെ കാറിന്റെ വെട്ടം വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല, ക്ലാരിറ്റി ഒന്നും ഇല്ല. പിന്നെ രാത്രി കൂടെ ആയതുകൊണ്ട് നമുക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ്. പക്ഷെ അത് എന്തായാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഇതായിരുന്നു, കാഴ്ചയായിരുന്നു നമുക്കത് ലഭിച്ചത്. അതെ, നല്ല കാടാണ്. ഞങ്ങളിപ്പോ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ എന്നിട്ട് ചെക്കൗട്ട് ചെയ്യും. ആ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ചുറ്റുമൊക്കെ പക്ഷെ ഹോം സ്റ്റേയും വില്ലകളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ടടുത്ത് വീടുകളും ഒക്കെ ഉണ്ട്. ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ വീടുകളുണ്ട്. ഇതിന്റെയും ഈ കാടിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും ചില ഏരിയകളിൽ അവിടെ ഇവിടെയും കുറെ വീടുകളുണ്ട്. നമ്മുടെ വീട് നമ്മൾ താമസിക്കുന്ന സ്ഥലം കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടേ ഉള്ള അടുത്ത ഒരു വീട് എന്ന് പറയാനായിട്ട്. മാതിരി ഇതിലാണ് സ്ഥലങ്ങളെല്ലാം ഉള്ളത്. അതെ, അങ്ങനെ അപ്പം ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് പോകുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, രാവിലെ എണീക്കുന്നു. ഓക്കെ, ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് 9-ാം തീയതി ഞങ്ങള് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്ത് സമയം ഇപ്പൊ 8:30 ഞങ്ങള് അങ്ങനെ കുറുവ ഐലൻഡിലോട്ട് പോവാണ്. അതിന് മുമ്പ് എവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ കോഫി കയറി നമ്മൾ ഉദ്ദേശിച്ച മസാല ദോശ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ കയറി ഇവിടെ കിട്ടും നോക്കാം. ഇന്ത്യൻ കോഫീസിലെ മസാല ദോശ ഒരു വികാരമാണല്ലോ. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറണം. അത് കഴിഞ്ഞിട്ട് കുറുവ ഐലൻഡ്. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആ വഴി കാണിച്ചു തരാം. മൊത്തം കാട് എന്ന് പറഞ്ഞില്ല, ആ റൂട്ടിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്. ഇപ്പം ഞങ്ങൾ രാവിലെ അവിടുത്തെ ഓണറിനെ വിളിച്ച് പറയാൻ നേരം പുള്ളിക്കാരൻ പറയുന്നത് മാൻ മാത്രമല്ല, ഇപ്പോൾ കാട്ടുപോത്തും സംഭവങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. രാത്രി അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഉള്ളിലോട്ടായാലും പല ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ആ വഴി കൂടെ പോകുന്നത്. കാണിച്ചു തരാം ആ വഴി കേട്ടോ. ഓക്കെ, കണ്ട ഫുള്ള് കാടാണ്. നമ്മൾ ഇന്നലെ രാത്രി പോയത് ഇവിടെ വെച്ചായിരുന്നു. നമ്മൾ ഇന്നലെ മാൻകൂട്ടങ്ങളെ കണ്ടത്, കുറെ മാനുകളെ കണ്ടത്. ഇവിടേക്ക് ഫുള്ള് കാടാണ്. അതേ കാട് നിറഞ്ഞ വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കാടാണെങ്കിൽ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 വീടുകളുണ്ട്. നമ്മളിപ്പോൾ പകലാണ് നമ്മൾ കാണുന്നത്. പഴയ എന്തെങ്കിലും വീടോ കടയോ എന്തെങ്കിലും ആയിരുന്നിരിക്കാം. കാടാണ്. രാത്രിയാകുമ്പം നമുക്ക് ഊഹിക്കാലോ, ഫുള്ള് കാട്, ഒറ്റ മനുഷ്യരില്ല, വെട്ടമില്ല, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, ഒന്നുമില്ലാതെ ഞാൻ സത്യമായിട്ട് പേടിച്ചേട്ടോ. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടൗണാണ്. അത് ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ടൗണിൽ നിന്ന് വെറും 5 കിലോമീറ്റർ അകലെയാണ് ഈ കാടുള്ളത്. ഇതൊക്കെ മേ ബി പല ജീവികളും ആനിമൽസും ഇതിനകത്ത് കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. നമ്മൾ ഇന്നലെ മാന മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ റിസോർട്ടിൽ ആളെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരനാണ് പറഞ്ഞത് മാന, മയിലും കാട്ടുപോത്തും എല്ലാം ഉണ്ടെന്ന്. പന്നി, അവിടെ വെച്ചിട്ടുണ്ട് കുറെ ഇടങ്ങളിൽ. നമ്മളിപ്പോ മെയിൻ റോഡിലോട്ട് വന്ന് കയറി. മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇതാണ് മെയിൻ റോഡ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കുറുവ ഐലൻഡിലെത്തി. ബാംബു റാഫ്റ്റിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറേണ്ടത്. ഇവിടെ ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനായിട്ടുണ്ട്, കബനി പുഴയുടെ അടുത്തായിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ നടക്കുവാണ്. എന്തുവാ, വയനാട് ഈസ് ഫുൾ ഓഫ് ഫോറസ്റ്റ്. അതുപോലെ തന്നെ മൊത്തം നല്ല ഭംഗിയുണ്ട്, ഫോറസ്റ്റ് ആണ്. ശരിക്കും നീ വേണമായിരുന്നു ഇവിടെ. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അതാണ്ട് ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നത് പോകുന്ന വഴിക്ക് കണ്ടേ. ഇങ്ങനെയാണ് സ്ഥലം, ഫുള്ള് ഇങ്ങനെ കാടാണ്. ഇവിടെ ഇവരിങ്ങനെ 2 സൈഡും കയറ് കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോകരുത് എന്നും പറഞ്ഞ്. ഇതിനകത്തോട്ട് വേണം നമ്മൾ നടക്കാനായിട്ട്. അതെ, ഫുള്ള് കാടാണ്. നോക്കൂ, ഒരു മലയണ്ണ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് നേരെ ഓടി മരത്തിൻ്റെ മുകളിലോട്ട് കയറിയതാണ്. അതിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയുന്നില്ല. 2 ഉണ്ട്. പോയി അതെങ്ങോട്ടോ അവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ മലയണ്ണ. അങ്ങനെ ഞങ്ങൾ കുറുവ ഐലൻഡിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് അവിടെ വരെ നടന്നെത്തിയിരിക്കുകയാണ്.
വെള്ളമൊക്കെ കുറവാണ്. അങ്ങോട്ടൊക്കെ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ കറക്റ്റ് ഏകദേശം ഇതാ ഈ വെള്ളത്തിൽ കൂടെ നടന്ന് ഇപ്പുറത്ത് വന്ന് കയറിയിരിക്കുകയാണ്. ജനിതോ അവിടെ നിന്ന് ചേച്ചിമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പുറത്തോട്ട് 1-2 വീഡിയോയൊക്കെ എടുക്കാനും കരുതി ഞാൻ ഇറങ്ങി വന്നതാണ്. എന്താ ഇതുവരെ വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റത്തൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് ഇറങ്ങി കുളിക്കാം. നല്ല വെള്ളമാണ്. ഇവിടേക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. നമ്മളെന്തായാലും വേറെ ഡ്രസ്സൊന്നും എടുത്തില്ല, അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നതൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ട് ഞാനൊന്ന് ഇറങ്ങിയേനെ. എന്തായാലും കൊള്ളാം, വളരെ ഇഷ്ടപ്പെട്ടു ഇത്. ഞങ്ങളിവിടെ മേപ്പടിയിലാണ് ഇപ്പോൾ ഉള്ളത്. 900 കണ്ടിയിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പം മേപ്പടിയിൽ തന്നെ വൈൽഡ് മിസ്റ്റ് അല്ലേ, വൈൽഡ് മിസ്റ്റ് കഫേ. ഞങ്ങൾ ആക്ച്വലി ഇതിനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഞങ്ങൾ നോക്കി വെച്ചിരുന്നതായിരുന്നു ഇവിടെ കയറാനായിട്ട്. ഊണിന് 60 രൂപ. സത്യം പറഞ്ഞാൽ വേറെ ഒരു ഫുഡിന്റെ അല്ല, ഇത് കിടില ഊണ് 60 രൂപ. ഭയങ്കര നല്ല ഫുഡ്, നല്ല ക്വാണ്ടിറ്റി. എത്ര വേണേലും ആർക്കും കൊടുക്കുന്ന കറിയും. അത് 14 ഐറ്റംസുകളുണ്ട്. 14 ഐറ്റംസ്. പക്ഷെ നമുക്ക് 14 ഐറ്റംസ് ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും 60 രൂപയ്ക്ക് വെർത്താണത്. സാമ്പാർ, മീൻകറി, പപ്പടം എല്ലാം ഉണ്ട്. ഞങ്ങൾ വീഡിയോ ആഡ് ചെയ്യാം. ഞങ്ങൾ പായസം. ഞങ്ങൾ എക്സ്ട്രാ 2 മീൻ പറഞ്ഞു. ഞാനൊരു ചൂരയുടെ മീനും പറഞ്ഞു, അച്ഛൻ ഒരു ഫിലോപ്പിയും പറഞ്ഞു. പക്ഷെ ആ മീനും കൂടെ ആഡ് ചെയ്തിട്ട് പോലും നല്ല വലിയ മീനാണ് ഫിലോപ്പിയൊക്കെ. നല്ല സൂപ്പർ ഫ്രഷ് മീൻ, നല്ല ടേസ്റ്റും ആയിരുന്നു. പക്ഷെ എന്നിട്ട് 250 രൂപ നമുക്ക് ഫുൾ ബില്ലായുള്ളൂ. 250 രൂപ, 2 ഫിഷ് ഫ്രൈ കൂടെ. നല്ല വയറ് നിറഞ്ഞ് നല്ല സൂപ്പർ ഫുഡ്. എന്തായാലും വെറുത്തായിരുന്നു. അതെ, നമുക്ക് അനങ്ങാനായിട്ട് വയ്യ, വയറ് നിറഞ്ഞു പോയി. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് 7 കിലോമീറ്റർ 8 കിലോമീറ്റർ കണ്ടുണ്ട് 900 കണ്ടിയിലോട്ട്. നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ 900 കണ്ടിയിലെത്തി. ഇവിടെ ഒരു ജീപ്പിന് 1250 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ജീപ്പായിട്ട് എടുത്ത് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഷെയറിംഗ് ആയിട്ട് പോകാം. ഭാഗ്യത്തിന് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഒരു 3 പേരെയും കൂടെ കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഷെയറിംഗ് ആയിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 250 രൂപ വെച്ചാണ് ജീപ്പിനായത്. ഫുള്ള് ഓഫ് റോഡാണ്. നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ദൂരം യാത്ര ചെയ്യണം. ഇത് ഓഫ് റോഡിങ് ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് 900 കണ്ടി എക്കോ പാർക്കിലേക്കാണ്. അവിടെ എൻട്രി ഫീ ഒരാൾക്ക് 250 രൂപയാണ്. അതിൽ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. നമ്മളിപ്പോൾ 900 കണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. 900 കണ്ടി എക്കോ പാർക്കിൽ ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. നമ്മളിനി നേരെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോവുകയാണ്. സാഹസികമായി 900 കണ്ടിയിലൂടെ ഞങ്ങൾ ഇതിലൂടെ നടന്ന് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. നമുക്ക് കാണുമ്പം ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ആദ്യമൊന്നും കുഴപ്പമില്ല, മിഡിൽ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് എന്നെ നെഞ്ചൊക്കെ ഇടിച്ചു. ഇതിന് മുമ്പ് പക്ഷേ ഞാനിത് ചെയ്തിട്ടുണ്ട് വാഗമണ്. പക്ഷെ അന്നും പേടിച്ചിട്ട് പകുതി എത്തിയിട്ട് ഞാൻ തിരിച്ച് അങ്ങ് പോയായിരുന്നു അല്ലേ. ഇതിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നല്ല ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക്, ഇവിടുന്ന് പകുതി ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല പേടി. നടന്ന് ഒരു വിധത്തിൽ എത്തിച്ച് ഇനി നമ്മൾ നേരെ ഗുഹയിലോട്ട് ഇറങ്ങുകയാണ്. 900 കണ്ടിയിലൂടെ ഗുഹ എന്നും പറഞ്ഞ് ഇത് വെച്ചേക്കുന്നത്. എന്താണ് സംഭവം എന്നറിയാനായിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നോക്കട്ടെ. ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് വീണ്ടും താഴോട്ട് പോകണമെന്ന് തോന്നുന്നു ഗുഹയിലേക്ക്. അറിയില്ല, താഴോട്ടൊക്കെ പടികളുണ്ട്. ഓ, കേവ്. ഇനി താഴെ പോകണം കേട്ടോ. അതുകൊണ്ട് അവിടെ ബോർഡ് ഇരിക്കുന്നു. ഒരുപാട് താഴോട്ട് പോകുന്നു. എൻ്റെ നടക്കാൻ വയ്യ. ഇവിടെ ബോർഡ് ഇരിപ്പുണ്ട്, കേവ് എന്നും പറഞ്ഞ്. ഞങ്ങളെന്തായാലും അങ്ങനെ നടക്കാൻ വയ്യ. തിരിച്ച് പോകുന്നു, തിരിച്ച് കയറുന്നു.